മഹാനായ താബഈ പണ്ഡിതൻ ഇമാം ദഹബി റഹിമഹുല്ല അദ്ദേഹം രചിച്ചു വെച്ച ഒരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കഥയുണ്ട്. അതിൽ ഒരു മനുഷ്യൻ തൻ്റെ വഴിതെറ്റിക്കൊണ്ട് ഒരു യാത്രാ സംഘത്തിൽ നിന്ന് വഴിതെറ്റി പോവുകയും അങ്ങനെ ഒരു കടൽ തീരത്തിൻ്റെ ഭാഗത്തുകൂടി സഞ്ചരിക്കുന്ന വേളയിൽ അവിടെ ഒരു കുടിലിൽ വെച്ചുകൊണ്ട് ഒരു ശബ്ദം കേൾക്കുന്നതായിക്കൊണ്ട് കേൾക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് അള്ളാഹിനെ സ്തുതിക്കുന്ന തരത്തിലുള്ള അൽഹംദുലില്ലാഹില്ലദീ ഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖുലിഖ തഫ്ളീല, മറ്റാരേക്കാളിലും എന്നെ ശ്രേഷ്ഠനാക്കി സൃഷ്ടിച്ച റബ്ബേ നിനക്കാണ് സർവസ്തുതിയും എന്നിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് കേട്ട് ഈ മനുഷ്യൻ ആ കുടിലിലേക്ക് നോക്കുന്നുണ്ട്, ആ കുടിലിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അത്ഭുതകരമായി കൊണ്ട് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയ കാഴ്ച എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാളും ഇല്ല, അദ്ദേഹത്തെ സംരക്ഷിക്കാനോ ഒന്നിനും വേണ്ടി ആരുമില്ല. അദ്ദേഹം അവിടെ ഒറ്റക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റു പ്രത്യേകത അദ്ദേഹത്തിന് കാഴ്ചയില്ല, അന്ധനായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ ചലിക്കാതെ കിടക്കയിൽ കിടക്കുന്ന അവസ്ഥയിലായിക്കൊണ്ടാണ് ആ മനുഷ്യനുള്ളത്. ഈ മനുഷ്യന്റെ നാവിൽ നിന്ന് ഇങ്ങനെ ആവർത്തിച്ചു വരികയാണ് അൽഹംദുലില്ലാഹില്ലദീ ഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖുലിഖ തഫ്ളീല, അല്ലാഹുവേ എന്നേക്കാൾ വേറെ ആരേക്കാളും എന്നെ ശ്രേഷ്ഠനാക്കിയ റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. ഇത് കണ്ട സമയത്ത് ഈ മനുഷ്യൻ അവിടേക്ക് കയറി ചെല്ലുന്നത് മനസ്സിലാക്കി. കാഴ്ചശക്തി ഇല്ലാത്ത ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അള്ളാഹു കേൾവി ശക്തി കൂട്ടിക്കൊടുക്കും. അങ്ങനെ അവിടെ ഒരാളുടെ രൂപം മനസ്സിലാക്കി അദ്ദേഹം അവിടുന്ന് ചോദിക്കുന്നുണ്ട് ആരാണ് നീ എന്ന്. അങ്ങനെ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ വഴിതെറ്റി വന്ന ആളാണ്, പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് അള്ളാഹിനെ സ്തുതിക്കുന്ന വാക്ക് കേട്ടപ്പോൾ എന്താണെന്നറിയാനുള്ള ആകാംക്ഷയോടുകൂടി കടന്നു വന്നതാണ്. അങ്ങനെ ആ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് കാര്യത്തിലാണ് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ളത് എന്ന് ചോദിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ അക്കമിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അലൈസല്ലാഹ് ഖദ് അഅ്താനി അഖല, അള്ളാഹ് എനിക്ക് ബുദ്ധി നൽകിയില്ലേ? അള്ളാഹ് ഒന്നാമതായി കൊണ്ട് ആ മനുഷ്യൻ തിരിച്ചു ചോദിച്ചതാണ്. ആ സമയത്ത് പറഞ്ഞു അഫ്ഹമു ബിഹി, അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ നീ വന്നെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ ബുദ്ധിയിൽ നിന്റെ ഒരു രൂപമുണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലാക്കി, അവിടെ നിന്റെ ഒരു പെരുമാറ്റമുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്ക് കിട്ടിയില്ലേ? അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞു തന്നാൽ അത് വേർതിരിച്ച് നന്മയാണോ തിന്മയാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയില്ലേ? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു ബല, അതെ നൽകിയിട്ടുണ്ട്. ആ സമയത്ത് പറഞ്ഞു ഫകം യൂജദ് മിനൻ നാസി മജ്ജാനൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ ഭ്രാന്തന്മാരായിക്കൊണ്ടുണ്ട്, ചിന്തിക്കാൻ പോലും കഴിവില്ലാത്ത തരത്തിൽ എത്രയോ ആളുകളുണ്ട്. അതിൽ നിന്ന് റബ്ബനെ സംരക്ഷിച്ചില്ലേ? അൽഹംദുലില്ലാഹില്ലദീ ഫദ്ദലനാ അലാ കസീരിൻ മിമ്മൻ ഖുലിഖ തഫ്ളീല, അതിൽ നിന്ന് എന്നെ സംരക്ഷിച്ച റബ്ബേ എനിക്ക് നീയാണ് സർവസ്തുതി. വീണ്ടും പറഞ്ഞു അലൈസല്ലാഹു ഖദ് അഅ്താനി സമഅ, അല്ലാഹ് എനിക്ക് കേൾവി ശക്തി നൽകിയില്ലേ? അള്ളാഹ് എനിക്ക് കേൾവി ശക്തി നൽകിയില്ലേ? അസ്മഉ ബിഹൽ അദാൻ, അത് വെച്ച് അള്ളാഹുവിൻ്റെ ബാങ്കിൻ്റെ ധ്വനികൾ, നമസ്കാരത്തിലേക്ക് വിളിക്കുന്ന ബാങ്കിൻ്റെ ധ്വനികൾ എനിക്ക് കേൾക്കാനായിക്കൊണ്ട് പറ്റുന്നില്ലേ? ആ സമയത്ത് എനിക്ക് നമസ്കരിക്കാനുള്ള ആ ഒരു ഇഷ്ടം എൻ്റെ മനസ്സിലേക്ക് തോന്നിച്ചു തന്നില്ലേ? ആ ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ചെവി കേൾക്കാതെ പ്രയാസപ്പെടുന്നതായിക്കൊണ്ടുള്ളത്, അതിൽ നിന്ന് എൻ്റെ റബ്ബ് എന്നെ സംരക്ഷിച്ചില്ലേ? ആ അല്ലാഹുവിനാവുന്നു സർവസ്തുതി. വീണ്ടും പറഞ്ഞു അലൈസല്ലാഹു ഖദ് അഅ്താനി ലിസാന, എനിക്ക് അല്ലാഹു നാവ് നൽകിയില്ലേ? എനിക്ക് അല്ലാഹു നാവ് നൽകിയില്ലേ? അള്ളാഹിനെ സ്മരിക്കാൻ, അള്ളാഹുവിന് ദിക്ർ നൽകാൻ, അള്ളാഹുവിനെ പുകഴ്ത്താൻ, അള്ളാഹുവിനെ വാഴ്ത്താനായിട്ട് എനിക്ക് നാവ് ബാക്കിയാക്കിയില്ലേ? അതുപോലെ തന്നെ ആളുകളോട് സംസാരിക്കാൻ, എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാനായിക്കൊണ്ടെല്ലാം അള്ളാഹു എനിക്ക് നാവ് ബാക്കിയാക്കി തന്നില്ലേ? എത്ര ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ സംസാരിക്കാൻ പറ്റാതെ ആംഗ്യ ഭാഷയോടുകൂടി പ്രയാസപ്പെടുന്നതായിട്ട്. അള്ളാഹ് എന്നെ അതിൽ നിന്ന് സംരക്ഷിച്ചില്ലേ? അൽഹംദുലില്ലാഹ് ഫദ്ദലനി അലാ കസീർ, അള്ളാഹുനാണ് സർവസ്തുതി, മറ്റുള്ളവരിൽ നിന്ന് എന്നെ ശ്രേഷ്ഠനാക്കിയ എന്നിങ്ങനെ ഓരോന്നെണ്ണി പറഞ്ഞു. അടുത്തത് പറഞ്ഞത് അലൈസല്ലാഹു ഖദ് അഅ്താനി മുസ്ലിമ ഖദ് ജഅലനി മുസ്ലിമ, എന്നെ ഒരു മുസ്ലിം ആക്കിയില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല? എത്ര ആളുകൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നത്, കിടന്നതും ബിംബങ്ങളായിക്കൊണ്ടുമുള്ളതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആരാധ്യ വസ്തുക്കളെയും വിളിച്ചു തേടുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. അവിടെ നിന്നുകൊണ്ട് അല്ലാഹു എനിക്ക് ഹിദായത്ത് നൽകി എന്നെ മുസ്ലിം ആക്കിയില്ലേ? അൽഹംദുലില്ലാഹില്ലദീ എന്നിങ്ങനെ ഓരോന്ന് എണ്ണി പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ അള്ളാഹ് നൽകിയ അനുഗ്രഹങ്ങളെ കാണിച്ചു തരികയാണ്.
നമ്മുടെ എല്ലാം ചിന്തിപ്പിക്കേണ്ട തരത്തിലുള്ള ഒരു ചരിത്രമാണ് ഇമാം ദഹബി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത്. നമ്മളൊന്ന് ചിന്തിക്കുക, അള്ളാഹ് നമ്മളെ പരിഗണിക്കുന്നില്ല, അള്ളാഹ് നമ്മളെ ചിന്തിക്കുന്നില്ല, നമ്മുടെ കാര്യത്തിൽ എപ്പോഴും പ്രയാസം മാത്രമാണ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ കൊണ്ട് റബ്ബിനെ വീർപ്പ് മുട്ടിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലോ അത് മറ്റതിനേക്കാൾ, അള്ളാഹ് നൽകിയ പ്രയാസത്തെക്കാൾ ഒരുപാട് മുന്നിലായിക്കൊണ്ടുള്ളതാണ് എന്നുള്ളത് വാസ്തവം നമ്മൾ മറന്നു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇമാം സ്വാലിഹ് ഇബ്നു ജുനാഹ് അദ്ദേഹത്തിൻ്റെ മകനെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുന്ന ഒരു ഉപദേശവും കൂടിയുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് കാണാം, യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, എൻ്റെ പൊന്നുമോനെ, ഇത് അമർറബിക്കൽ യൗമ വലൈല, നിന്നിലൊരു ദിവസം കടന്നു വന്ന, ഒരു രാവും പകലും വന്നിട്ടുണ്ടെങ്കിൽ ഖദ് സലിമ ഫീഹാ, ഇതിൽ നിന്നെല്ലാം നീ റബ്ബിനോട് സംരക്ഷണം തേടണം. ഇത് നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിക്കൊണ്ട് സംരക്ഷണം തേടണം എന്ന് പറഞ്ഞിട്ട് 4ഓളം കാര്യങ്ങളെ അള്ളാഹു ആ മനുഷ്യൻ തൻ്റെ മകന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ദീനുക, നിന്റെ ദീനിനെ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിക്കൊണ്ട് എല്ലാ ദിവസവും റബ്ബിനോട് നീ തേടണോട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അങ്ങനെ തന്നെയാണ്. റസൂലിന്റെ പ്രാർത്ഥന നമുക്ക് കാണാം, റസൂലിന്റെ ദുആയിലെ ഏറ്റവും അധികമായിട്ടുള്ള പ്രാർത്ഥനയിൽ കാണാം, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണമേ. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനി എന്നിങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിക്കും. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ദീൻ എത്തിച്ചു തന്ന, നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി ഏതെന്ന് കൃത്യമായി കാണിച്ചു തന്ന, നരകത്തിലേക്ക് അടുക്കുന്നതായിട്ടുള്ള ഏതൊക്കെ വഴിയുണ്ടോ അതെല്ലാം തടഞ്ഞു നിർത്തി തന്ന ഹബീബുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുകയാണ്, റസൂലിന്റെ പ്രാർത്ഥനയിൽ അധികമായി കൊണ്ടുവരുന്നതാണ്, എൻ്റെ ദീനിനെ നീ ഉറപ്പിച്ചു നിർത്തണമേ എന്നുള്ളത്, ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്നുള്ളത്. ആ സമയത്ത് സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, അല്ലയോ റസൂലേ, യാ റസൂലല്ലാഹ് ആമന്നാ ബിക, ഞാൻ നിങ്ങളിൽ വിശ്വസിച്ചിട്ടുണ്ട്, വബിമാ ജിഅ്ത ബിഹി, താങ്കൾ എന്താണോ നമ്മളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അതെല്ലാം ഞങ്ങൾ ഇതാ വിശ്വസിച്ചിട്ടുണ്ട്. ഫഹൽ തഖാഫു അലൈന, എന്നിട്ടും താങ്കൾ നമ്മൾ ഇതിൻ്റെ കാര്യത്തിൽ ദീനിൽ നിന്ന് വിട്ടുപോകുമോ എന്നുള്ള പേടിയാണോ? ആ സമയത്ത് റസൂൽ പറഞ്ഞു, ബല, അതെ, നഅം, അതെ, ഇന്നൽ ഖുലൂബ ബൈനൽ അസ്ബുഅൈനി മിൻ അസാബിഇല്ലാഹ്, അള്ളാന്റെ വിരലുകളുടെ കൂട്ടത്തിലെ 2 വിരലുകളുടെ ഉള്ളിലാണ് ഓരോരുത്തരുടെയും ഹൃദയം എന്ന് പറയുന്നത്. യുഖല്ലിബുഹാ കൈഫ യശാ, അത് അവൻ ഉദ്ദേശിക്കുന്നതിലേക്ക് തിരിഞ്ഞു പോകും. ആ സമയത്ത് നമ്മുടെ പ്രാർത്ഥനയിൽ കൃത്യമായി വരേണ്ടതാണ്, നമുക്ക് നൽകിയ ദീന് എന്താണെന്ന് ഹഖ് മനസ്സിലാക്കിയാൽ അത് ജീവിതത്തിലൂടെ കാണിച്ച് അതിൽ ഒരു മാറ്റം വരുത്താതെ ജീവിത അവസാനം വരെ. നമുക്കറിയാം, വൽ ആഖിബതു ലിൽ മുത്തഖീൻ, പരിശുദ്ധ ഖുർആൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ വാക്കാണ്. മുത്തഖീങ്ങൾക്കാണ് പര്യവസാനം ഉണ്ടാവുകയുള്ളൂ. അവിടെ വിജയമുണ്ടാകുന്നത് മുത്തഖീങ്ങൾക്കാണ്. ആ പര്യവസാനം നന്നാവാനായിക്കൊണ്ടാണ്. അള്ളാഹ് എല്ലാം നോക്കുന്നതും അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അവസാനം നോക്കിക്കൊണ്ടാണ്. അവൻ തുടക്ക കാലഘട്ടത്തിൽ ഒരുപാട് നമസ്കരിക്കുകയും ഒരുപാട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവനായിരിക്കാം. പക്ഷെ മരിക്കുന്ന സമയത്ത് അവൻ്റെ അതൊന്നും ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ, ദീനിനെ തള്ളിപ്പറയുന്നൊരവസ്ഥയാണെങ്കിൽ, ഇന്ന് നമ്മുടെ സമൂഹം മുമ്പിൽ തൊട്ട് കാണിച്ചു തരുന്നതും അത്തരത്തിലുള്ള ആളുകളെയാണ്. ഇസ്ലാമിന്റെ പേരിൽ ജീവിച്ചു വന്നിരുന്ന ആളുകൾ ഇന്ന് ഇസ്ലാമിനെതിരായിക്കൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരായിക്കൊണ്ട്, അള്ളാഹുവിനെതിരായിക്കൊണ്ടുള്ള മോശമായ പ്രവർത്തനങ്ങളും വാക്കുകളും ഉച്ചരിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ, അത്തരത്തിലുള്ള ആ പ്രവർത്തനങ്ങൾ നമ്മളിലേക്കും കടന്നു വരാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ഥിരമായി കൊണ്ട് നടത്തേണ്ട പ്രാർത്ഥനകളാണ്. ഒന്ന്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, അല്ലാഹു നീ എന്നെ ഹിദായത്തിലാക്കിയതിനു ശേഷം എൻ്റെ ഖൽബിനെ നീ തിരിച്ചു കളയരുത് എന്നുള്ള പ്രാർത്ഥന. ഇതെല്ലാം എല്ലാ ദിവസവും നമ്മളെ കൊണ്ടാകുന്ന സമയത്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ തന്നെ രണ്ടാമതായി കൊണ്ട് അദ്ദേഹം പറയുന്നത്, വജിസ്മിക, അള്ളാഹു നിനക്ക് നൽകിയ ശരീരഭാഗം അല്ലെങ്കിൽ നിനക്ക് നൽകിയ ആരോഗ്യം, അതിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് കൃത്യമായി കൊണ്ട് റബ്ബിനോട് കാവലിനെ ചോദിക്കണം. മറ്റു തരത്തിലുള്ള മാറാരോഗങ്ങൾ കടന്നു വന്നാൽ, അത്തരത്തിലുള്ള പ്രയാസങ്ങൾ കടന്നു വന്നാൽ സഹിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥ കടന്നു വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകളിൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എല്ലാ ദിവസവും ചോദിക്കേണ്ടതാണ്, നല്ല രീതിയിലുള്ള ആരോഗ്യം റബ്ബെ എനിക്ക് നൽകണമേ എന്നുള്ളത്. മൂന്നാമതായി കൊണ്ട് അദ്ദേഹം പറഞ്ഞത്, നിന്റെ ധനത്തെക്കുറിച്ച്,
വമാലിക, നിന്റെ ധനത്തെ കുറിച്ചാണ്. നമുക്കറിയാം അടുത്ത് പറയുന്ന ഇയാലിക, നിന്റെ കുടുംബവും. ഈ ധനവും കുടുംബവും എല്ലാം നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്നുള്ള വിശ്വാസം അത് വെറും വ്യാമോഹമാണ്. നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന പ്രളയങ്ങളെല്ലാം കാണിച്ചു തരുന്നത്, മാറാരോഗങ്ങളെല്ലാം കാണിച്ചു തരുന്നത്, ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യക്കറിയില്ല മരിച്ച് തൊട്ടിപ്പുറം കിടക്കുന്നത് ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. അത്തരത്തിൽ അവിടെ നിന്നുകൊണ്ട് ഉപേക്ഷിച്ചു കൊണ്ട് പോകുന്നൊരവസ്ഥ, ഒരു പ്രളയം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ഒരു കുടുംബം ഒന്നടങ്കം പോകുന്ന ഒരവസ്ഥ, വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്ക് അവൻ്റെ കുടുംബമില്ലാതെ വരുന്ന അവസ്ഥ, ഇതെല്ലാം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്ന തെളിവുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ നിത്യമുള്ള പ്രാർത്ഥനകളിലേക്ക് കടന്നു വരുന്ന ഖദ് സലിമ മിൻഹ, ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം നീ റബ്ബിനോട് ശരണം തേടണം, കാവലിനെ ചോദിക്കണം. ഇതൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള വഴി എന്തൊക്കെയുണ്ടോ അതാണ് റബ്ബിൻ്റെ അടുക്കലുള്ള ആത്മാർത്ഥമായുള്ള പ്രാർത്ഥന എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. റബ്ബ് നമ്മൾ മനസ്സിലാക്കേണ്ട സഹോദരങ്ങളെ, ഇതെല്ലാം അള്ളാഹു നൽകിയ നിഅമത്തുകളാണ്. ഈ പറയുന്നതെല്ലാം നമ്മളൊന്ന് അന്വേഷിച്ചു നോക്കിയാൽ പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നുണ്ടല്ലോ, വഇൻ തഉദ്ദു നിഅമതല്ലാഹ് ലാ തുഹ്സുഹാ. നമ്മൾ ജീവിതത്തിൽ ഉറങ്ങി എഴുന്നേൽക്കുന്നത് മുതൽ തിരിച്ച് രാത്രി കിടക്കുന്നത് വരെ അള്ളാഹിന്റെ നിഅമത്തുകൾ ഓരോന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. അതിൻ്റെ വില മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാൻ സാധിക്കും. റസൂൽ പറയുന്നുണ്ട്, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും വഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമതല്ലാഹി അലൈഹി. നിന്റെ താഴെയുള്ളവനിലേക്ക് നീ നോക്കുക, നിന്റെ മുകളിലുള്ളവനിലേക്ക് നീ നോക്കരുത്. വഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമതല്ലാഹി അലൈഹി. നീ മുകളിലുള്ളവനിലേക്കാണ് നോക്കുന്നതെങ്കിൽ അള്ളാഹ് നിനക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലായിക്കൊണ്ട് മാറും. അതുകൊണ്ട് താഴെയുള്ളവനിലേക്ക്, വീടുള്ളവൻ വീടില്ലാത്തവനിലേക്ക്, 2 വാഹനമുള്ളവൻ 1 വാഹനമുള്ളവനിലേക്ക് എന്നിങ്ങനെ തൊട്ട് താഴെയുള്ളവനിലേക്ക് നോക്കിയാൽ റബ്ബ് എനിക്ക് എത്ര അനുഗ്രഹമാണ്. എന്നാലോ മനുഷ്യൻ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. ഒരു മനുഷ്യനെ അള്ളാഹു നിഅമത്തുകൾ നൽകി അവനെ പരിഗണിക്കുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ അവന്റെ മനസ്സിൽ വന്നാൽ അവൻ പറയും, എൻ്റെ റബ്ബ് എന്നെ പരിഗണിച്ചിട്ടുണ്ട് കേട്ടോ, എൻ്റെ റബ്ബ് എന്നെ പരിഗണിച്ചിട്ടുണ്ട്. എന്നാൽ അതേ മനുഷ്യന് തന്നെ വീണ്ടും ഒരു പരീക്ഷണം കൊടുക്കുക. വഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാ ഫഖദറ അലൈഹി റിസ്ഖ. ആ നൽകിയ മനുഷ്യന് തന്നെ അള്ളാഹു അവന്റെ റിസ്ക്, അവൻ നൽകുന്ന റിസ്കിനെ പിടിച്ചു വെച്ചാൽ ഫയഖൂലു റബ്ബി അഹാനൻ, എൻ്റെ റബ്ബ് എന്നെ ഇതാ അവഗണിച്ചു എന്ന് പറയുന്ന തരത്തിലാണ് മനുഷ്യനുള്ളത്. അതാണല്ലോ പരിശുദ്ധ ഖുർആനിലെ 100-ാം അധ്യായം സൂറത്തുൽ ആദിയാത്തും നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നത്. നമുക്കെല്ലാം ഹൃദിസ്ഥമായ സൂറത്ത്, നമ്മളെല്ലാം അർത്ഥങ്ങൾ ഒരു കോരയായി പറയുന്ന ആയത്തുകൾ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് തറച്ചു വെച്ച സൂറത്ത്. ഒരു കുതിരയെ ഉപമിച്ചുകൊണ്ട് ആ കുതിര തൻ്റെ യജമാനിന് വേണ്ടി പോർക്കളങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ആ ഒരു സുന്ദരമായ ഉപമ നിവർത്തി വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നൽ ഇൻസാന ലറബ്ബിഹി ലകനൂദ്. തീർച്ചയായും മനുഷ്യർ അത് നന്ദി കെട്ടവന്മാരാണ് കേട്ടോ എന്ന് പറയുന്നതിൻ്റെ കാരണം ആ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യ. അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഞാനിതാ മരിക്കാൻ പോവുകയാണ്, ജീവിക്കാനും പോവുകയാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റൂഹിനെ കൊണ്ടുപോകും. എന്നിട്ട് അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ്റെ റൂഹിനെ തിരിച്ചിട്ട് കൊടുക്കും. ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവനോട് പറയാൻ പറഞ്ഞില്ലേ, അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. ഉറക്കത്തിന് ശേഷം, മരണത്തിന് ശേഷം എന്നെ ജീവിപ്പിച്ച റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേക്കാൻ പറയുന്നത്. അവിടം തൊട്ട് തുടങ്ങുകയാണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാന്റെ നിഅമത്ത്. അതില്ലാത്ത ഒരു സെക്കൻഡ് ഇല്ല. അല്ലാഹ് ഒന്ന് വിചാരിച്ചാൽ അള്ളാന്റെ കാരുണ്യം, വറഹ്മതി വസിഅത് കുല്ല ശൈ, എൻ്റെ കാരുണ്യം അത് വിശാലമാണ്, എല്ലായിടത്തേക്കും പടർന്നു കിടക്കണേണ്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഒരു ഉപമ പഠിപ്പിച്ചു തരുന്നുണ്ട് റബ്ബിന്റെ കാരുണ്യത്തെ പറ്റി. ആ ഒരു യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഒരു മാതാവ് തൻ്റെ മകനെ കാണാതെ വിഷമിക്കുന്നൊരവസ്ഥ, ഓടി നടക്കുകയാണ് എൻ്റെ മകനെ കാണാനായിക്കൊണ്ട്.
പക്ഷേ കാണുന്നില്ല. അവസാനം കുറേ നേരത്തെ തെരച്ചിലിന് ശേഷം ആ മകനെ കിട്ടുന്ന സമയത്ത് ആ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുപാട് ചുംബനങ്ങൾ നൽകുന്ന, അമ്മിൻ്റെ നൽകുന്ന ആ ഒരു കാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വഹാബത്തും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് റസൂൽ ചോദിക്കുന്നുണ്ട്, ഈ ഉമ്മ തൻ്റെ മകനെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് തോന്നുന്നുണ്ടോ? സ്വഹാബാക്കൾ ഒന്നടങ്കം പറഞ്ഞു, ഇല്ല റസൂലേ, ഒരിക്കലുമില്ല. അത്രയും നേരം, ഒരിത്തിരി നേരം ആ മകനെ കാണാതെ വന്നപ്പോൾ ആ ഉമ്മ നടത്തിയ സ്നേഹം, ആ ഉമ്മാൻ്റെ ഉള്ളിലുള്ള സ്നേഹം എന്തെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. നേരെ മറിച്ച് ആ മകനെ തിരിച്ചു കിട്ടിയ സമയത്ത് ആ ഉമ്മ കാണിച്ച സ്നേഹപ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്, സാക്ഷിയാണ്. ആ ഉമ്മ ഒരിക്കലും തൻ്റെ മകനെ തീയിലേക്ക് എറിയില്ല. എന്നാൽ ഇതിനേക്കാളെല്ലാം 10 ഇരട്ടി 100 ഇരട്ടി സ്നേഹം നിന്റെ റബ്ബിന് നിന്നോടുണ്ട്. നരകത്തിൽ പോകാതിരിക്കാനുള്ള എല്ലാ വഴികളും നിന്റെ മുമ്പിൽ തുറന്നു കാണിച്ചിട്ടുണ്ട്. ഒരു നന്മയാണോ നീ ചെയ്യുന്നത്, ഫലഹു അശ്റു അംസാലിഹ, അതിന് 10 ഇരട്ടി ആയിക്കൊണ്ട് അല്ലാഹു നൽകും. ഒരു നന്മ ചെയ്താൽ, ഒരു ഖുർആന്റെ ഒരു ഹർഫ് പാരായണം ചെയ്താൽ, ഒരാൾക്കൊരു സ്വതക്ക നൽകിയാൽ, അതിനെല്ലാം നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന 10 എണ്ണം ആയിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. സുബ്ഹാനല്ലാഹ്, അത്രമാത്രം നിഅമത്ത് അല്ലാഹു നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളോ എന്താണ് റബ്ബിന് തിരിച്ചു നൽകുന്നത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ റബ്ബിൻ്റെ ഇഷ്ടം, ആ റബ്ബിൻ്റെ സ്നേഹം കൃത്യമായി നമുക്ക് കരസ്ഥമാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് കൃത്യമായി ഇബാദത്ത് ചെയ്യുന്ന അവൻ്റെ സജ്ജനങ്ങളിൽ നമ്മളെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വൽജമീഇൽ മുഅ്മിനീന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. അല്ലാഹു പറയുന്നുണ്ട്, വൈതഅذന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അല്ലാഹു പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകുകയാണ്, എനിക്ക് ഉറപ്പ് നൽകുകയാണ്. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ അത് അധികരിപ്പിച്ചു തരും. എന്താണെങ്കിലും, ഏത് നിഅമത്തിനാണോ അള്ളാഹിനോട് നമ്മൾ നന്ദി കാണിക്കുന്നത്, ആ അനുഗ്രഹങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഇരട്ടിയായിട്ട് നമുക്ക് തരും. അള്ളാന്റെ വാക്കാണ്. നമ്മളെ സൃഷ്ടിച്ച, നമുക്ക് വേണ്ടി എല്ലാം നമ്മൾ ചോദിക്കാതെ നൽകിയ ആ റബ്ബിന്റെ വാക്കാണ് നിങ്ങൾക്ക് ഇരട്ടിയായി നൽകുമെന്നുള്ളത്. വലഇൻ കഫർതും, നന്ദി കേടാണോ കാണിക്കുന്നത്, ഇന്ന അദാബി ലശദീദ്, തീർച്ചയായും അള്ളാന്റെ ശിക്ഷ അത് അതികഠിനമാണ്. സാധിക്കില്ല നമ്മളെ കൊണ്ട് ചിന്തിക്കാനോ സ്വീകരിക്കാനോ ഒന്നിനും സാധിക്കാത്ത രീതിയിലുള്ള അത്രമാത്രം ഗുരുതരമായ പിടുത്തമാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഉള്ളത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ 2 അനുഗ്രഹങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. നിഅമതാൻ മബ്ഗൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസ്. 2 അനുഗ്രഹങ്ങൾ, ജനങ്ങൾ അധിക ആളുകളും അതിൽ വഞ്ചിതരായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അസ്സിഹ്ഹത്ത് വൽ ഫറാ, അവൻ്റെ ആരോഗ്യവും അതുപോലെ തന്നെ അവൻ്റെ ഒഴിവ് സമയവും. ജനങ്ങൾ അശ്രദ്ധമായിക്കൊണ്ട് അത് തള്ളിക്കളയുന്ന ഒരവസ്ഥ നമുക്കറിയാം. ഇന്ന് ലോകമെമ്പാടും ഫുട്ബോളിൻ്റെ തരംഗത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കളിയെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇതിനെ നിരുത്സാഹപ്പെടുത്തുകയല്ല. ഒരു ശരീരത്തിന് ആരോഗ്യം ലഭിക്കുന്ന തരത്തിലുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നതിന് ഇസ്ലാം എപ്പോഴും പ്രോത്സാഹനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ നമ്മൾ പരിശോധിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയും ഓട്ട മത്സരങ്ങൾ നടത്തിയ ചരിത്രങ്ങളെല്ലാം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ആദ്യ തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓടുന്ന സമയത്ത് ആയിഷ ബീവി മെലിഞ്ഞിട്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ ഓട്ട മത്സരത്തിൽ ആയിഷ ബീവി വിജയിക്കുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആയിഷ ബീവി ഒരല്പം വണ്ണം വെച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ വീണ്ടും പറഞ്ഞു, നമുക്കൊന്നുകൂടി ഓടാമെന്ന്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ വിജയിക്കുന്ന രംഗം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കുട്ടികൾ കളിക്കുന്നതിനെ ഒന്നിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഒരു വേൾഡ് കപ്പോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതൊരു കളിയോ കടന്നു വരുമ്പോഴേക്കും നമ്മുടെ ചർച്ചാ വിഷയങ്ങൾ മൊത്തം അതിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു രംഗം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ഇന്ന് വളരെയധികം ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിലൂടെ ഒരുപാട് സമ്പത്തുകൾ ഒരാവശ്യവുമില്ലാത്ത രീതിയിൽ ചെലവഴിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് പൈസകൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന ആളുകളെ നമ്മൾ കാണുകയാണ്.
അതുപോലെ ഒഴിവ് സമയങ്ങൾ, ആ സമയങ്ങളെല്ലാം നമുക്ക് ഇബാദത്തിൽ ചെയ്യാനായിക്കൊണ്ട് സാധിച്ചേക്കാം. അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കളി കാണുന്നത് ഒരു പക്ഷേ ജായിസായി മുസ്തഹിബാണ് കളിക്കുന്നതെങ്കിൽ കളി കാണുന്നതിനെ വിരോധിച്ചതായിക്കൊണ്ടൊന്നും നമുക്ക് കാണില്ല. കളി കാണാം, അതിനുള്ള അവസരങ്ങൾ നമുക്ക് ലഭിച്ചാൽ കാണാം. പക്ഷേ അതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ, ഒന്ന് ഇബാദത്ത് മുടങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. രാത്രി അന്ത്യാവോളം ഇരുന്ന് കളി കണ്ട് സുബഹിന്റെ ബാങ്ക് കൊടുക്കുന്ന സമയമാകുമ്പോഴേക്കും കിടന്നുറങ്ങി ഫജ്ർ നമസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. തഹജ്ജുദിന്റെ സമയത്തെല്ലാം ആ സമയത്ത് അള്ളാഹുവിനോട് ഒരുപാട് അടുക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്, അത് നഷ്ടപ്പെടുത്തുന്ന രംഗം. പരിശുദ്ധ ഖുർആനുമായി കൊണ്ടൊക്കെ ബന്ധം നടത്താൻ സാധിക്കുന്ന സമയങ്ങൾ, ദിക്റുകൾ ചൊല്ലുന്ന സമയങ്ങളൊക്കെ ഒഴിവാക്കി ഇതിനു വേണ്ടി ഇരിക്കുന്ന സാഹചര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരു വീട്ടിൽ തന്നെ 2-3 ആളുകൾ, 2-3 ടീമിൻ്റെ ഫാൻസ് ആയിക്കൊണ്ടുള്ള ആളുകൾ തിരിഞ്ഞു വരുമ്പോൾ അവിടെ വാപ്പയും ഉമ്മയും തമ്മിലുള്ള വാപ്പയും മകനും തമ്മിലുള്ള ബന്ധങ്ങൾ മാറ്റി നിർത്തി ചിലപ്പോൾ സംസാരങ്ങൾ പോലും അതിര് കവിയുന്ന രീതി, സഹോദരങ്ങൾക്കിടയിൽ തന്നെ സംസാര രീതിയിൽ മാറ്റം വരുന്നു, അവരെ പരസ്യമായിക്കൊണ്ട് മോശമായിക്കൊണ്ട് സംസാരിക്കുന്നു. ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കളിക്കാരുടെ പേര് പറഞ്ഞുകൊണ്ട്, ഈ കായിക താരങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് അവരുടെ കുടുംബാംഗങ്ങളുടെ എല്ലാം ഒരു കണക്കിന് അവരുടെ പേരുകളെല്ലാം പഠിക്കുന്ന നമുക്ക് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ പേരറിയുമോ? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. റസൂലിന്റെ ഭാര്യമാരുടെ പേരറിയുമോ? അത്തരത്തിലുള്ള നമ്മൾ ഇസ്ലാമികമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരാവശ്യവുമില്ലാതെ, അവർക്കോ നമ്മളെ അറിയില്ല എന്നാൽ നമുക്കോ അതുകൊണ്ട് പ്രത്യേകിച്ച് മെച്ചവുമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതാണ്. ഇത് നല്ലതാണോ? സ്വയം നഫ്സിനോട് ചോദിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപത്തെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ് പാപമെന്ന് ചോദിച്ചപ്പോൾ, ഒന്ന് മനസ്സിന് ചൊറിച്ചിലുണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. സ്വയം ചോദിച്ചു നോക്കുക. ഇസ്തഫ്തി കൽബിക, നിന്റെ കൽബിനോട് ചോദിച്ചു നോക്കുക, ഫത്വ ചോദിച്ചു നോക്കുക. ഇത് വേണോ വേണ്ടേ? നമ്മൾ ഓരോരുത്തരും ഗൗരവമായി കാണേണ്ടതാണ്. ഇതിനു വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾ, എന്തിൻ്റെ തരത്തിൽ ദൂർത്ത് കാണിക്കുന്ന ആളുകൾ, ഇതെല്ലാം റബ്ബിന്റെ മുമ്പിലേക്ക് ചോദ്യം ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കാണാൻ സാധിക്കും, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, ആദം സന്തതികളുടെ അടിമയായ അള്ളാന്റെ അടിമകളുടെ കാൽപാദങ്ങൾ നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് ചലിക്കുകയില്ല. ഹത്താ യസ്അലു അൻ ഉംരി, 4 കാര്യങ്ങളെ പറ്റി ചോദിച്ചിട്ടല്ലാതെ അവൻ്റെ കാലുകൾ ചലിക്കുകയില്ല. അതിലൊന്ന് പറഞ്ഞത് ഉംരിഹി, അവൻ്റെ വയസ്സ്, അവൻ്റെ ആയുസ്സാണ്. ഫീമാ അഫ്ന, എന്ത് കാര്യത്തിന് വേണ്ടി ചെലവഴിച്ചു എന്നുള്ളത്. വഅൻ ഇൽമിഹി ഫീമാ ഫഅല ഫീ, അവൻ്റെ അറിവ് അവൻ ഏത് രീതിയിൽ ഉപയോഗിച്ചു എന്നുള്ളത്. വഅൻ മാലിഹി, അവൻ്റെ സമ്പത്ത്. മിൻ ഐന ഇക്തസബ, എവിടെ നിന്നാണോ അത് സമ്പാദിച്ചത്. വഫീമാ അൻഫഖ, എവിടെയാണോ അത് ചെലവഴിച്ചത്. ഇതെല്ലാം റബ്ബ് ചോദിക്കുന്നതാണ്. വഅൻ ജിസ്മിഹി, അവൻ്റെ ശരീരത്തെ പറ്റിയും ചോദിക്കും. ഫീമ അബല, ഏത് രീതിയിലാണ് അത് ഉപയോഗിച്ചത് എന്നെല്ലാം നാളെ പരലോകത്ത് നമ്മളോട് ചോദിക്കുമ്പോൾ കൃത്യമായിക്കൊണ്ട് നമുക്ക് പറയാനായിക്കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. റബ്ബിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ആ വേളയെ കൃത്യമായി നമ്മൾ ഭയപ്പാടോടുകൂടി കാണേണ്ടതാണ്. സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വഹാബാ കിറാമുകളുടെ ഉള്ളിൽ പോലും, മനസ്സിൻ്റെ ഉള്ളിൽ പോലും പേടി കടന്നു വന്നത് ഇത്തരത്തിലുള്ള ആ ഒരു നിൽപ്പിനെയാണ് എങ്കിൽ നമ്മളും സ്വയം ചോദിക്കുക. ഓരോരുത്തർക്ക് വേണ്ടി നമ്മൾ വാദിക്കുന്ന വാദം, അതെല്ലാം നമ്മുടെ പേരിൽ രേഖപ്പെടുത്തി വെക്കുന്നതാണ്. നമ്മുടെ സംസാരം, മോശമായ രീതിയിലുള്ള വർത്തമാനങ്ങളുണ്ടെങ്കിൽ, ബെറ്റുവെക്കുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് ഇതിനെല്ലാം കൃത്യമായി കൊണ്ടുവരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.